നമസ്കാരം. ഇന്ത്യൻ എക്കണോമിക്സ് ഭാഗത്ത് ഇന്ത്യൻ ബാങ്കിങ് എന്നുള്ള ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. 2-3 ക്ലാസ്സുകൾ കൊണ്ടായിരിക്കും നമ്മൾ ഈ ഭാഗം പൂർത്തിയാക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, എല്ലാ പരീക്ഷകൾക്കും ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. പരീക്ഷകളുടെ സ്വഭാവത്തിനനുസരിച്ച് ഈ പറഞ്ഞ ഭാഗത്തുള്ള ചോദ്യങ്ങൾ ലളിതവും പ്രയാസവുമായിട്ട് മാറും. ഉയർന്ന തലങ്ങളിലുള്ള പരീക്ഷകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗത്തുള്ള ചോദ്യങ്ങൾ പ്രയാസമായിട്ട് മാറാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഏത് തരത്തിലുള്ള പരീക്ഷയാണെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ പറ്റുന്ന വിധത്തിൽ തന്നെ ഈ ക്ലാസ് ക്രമീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ് സീരീസിലുള്ള എല്ലാ ക്ലാസ്സുകളും നിർബന്ധമായിട്ടും കാണാൻ ശ്രമിക്കുക. ക്ഷമയോടുകൂടി ആദ്യം മുതൽ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ ക്ലാസ് സീരീസ് നിങ്ങൾക്ക് എക്കണോമിക്സ് ഭാഗത്ത് ഗുണപ്പെടും. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ഇന്ത്യൻ ബാങ്കിങ്. ടോപ്പിക്കിനകത്തോട്ട് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂട്ടുകാരൊന്ന് മനസ്സിലാക്കി വെക്കണം. നമുക്കറിയാവുന്ന കാര്യമാണ്, PSC പല തലങ്ങളിലായിട്ട് പരീക്ഷ നടത്തുന്നുണ്ട്. 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ, അതേ തന്നെ പ്രിലിംസ് ഉണ്ട്, മെയിൻ ഉണ്ട്, അല്ലേ? ഈ പരീക്ഷകൾക്കായിട്ട് പ്രത്യേകം സിലബസും PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ സിലബസിൽ എക്കണോമിക്സിൻ്റെ ഭാഗത്തായിട്ടാണ് ഇന്ത്യൻ ബാങ്കിങ് എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് വരുന്നത്. നിങ്ങൾ സിലബസിൽ നോക്കുമ്പോൾ ഇന്ത്യൻ ബാങ്കിങ് എന്ന് തന്നെ കാണണമെന്നില്ല. അത് വേറെ പല ശീർഷകങ്ങളിലായിരിക്കും നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഒരു പക്ഷേ റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്കുകൾ എന്നിങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്ക് ഇവയുടെ ധർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നായിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ധനകാര്യ സ്ഥാപനങ്ങൾ, ധനകാര്യ ഇതര സ്ഥാപനങ്ങൾ എന്നുള്ള പേരിലായിരിക്കാം, ഇന്ത്യൻ സാമ്പത്തിക രംഗം എന്നുള്ള പേരിലായിരിക്കാം. ഇങ്ങനെയുള്ള പേരിലൊക്കെ തന്നിരുന്നാൽ തന്നെയും അതെല്ലാ കാര്യങ്ങളും, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുന്നൊരു ടോപ്പിക്കാണ് ഇന്ത്യൻ ബാങ്കിങ് എന്ന് പറയുന്ന ഈ ടോപ്പിക്ക്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യമുള്ളത്, ഈ പാഠഭാഗം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഹൈസ്കൂൾ ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, അതുപോലെ +2 ക്ലാസ്സുകളിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തണം. +2 ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്നത് അവരുടെ അധ്യായത്തിന് ഇങ്ങനെയാണ് പേര്, പണവും ബാങ്കിങ്ങും എന്നാണ് അതിൻ്റെ പേര്. മണി ആൻഡ് ബാങ്കിങ് എന്നാണ് ആ അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന പേര്. അതിലവിടെ അവർ ബാർട്ടർ സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, അതിൻ്റെ പോരായ്മകളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, പിന്നെ കൈമാറ്റത്തിനുള്ള മാധ്യമമായിട്ട് പണം വന്നതിനെക്കുറിച്ച്, അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച്, അതിൻ്റെ ധർമ്മങ്ങളെക്കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട നിർവചനങ്ങൾ, ഇതെല്ലാം കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നു, അതിനെങ്ങനെയാണ് ഈ പറഞ്ഞ റിസർവ് ബാങ്ക് നിയന്ത്രിക്കുന്നത് പോലുള്ള കാര്യങ്ങളെല്ലാം ആ ഭാഗത്ത് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഈ പറഞ്ഞ ക്ലാസ്സുകളിൽ കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഹൈസ്കൂൾ ക്ലാസ്സിലെയും +2 ക്ലാസ്സിലെയും കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ക്ലാസ് അത് മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ മത്സര പരീക്ഷകൾക്ക് അത് അത്രയ്ക്ക് ഗുണപ്പെടത്തില്ല. കാരണം അതിലും അപ്പുറമുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ PSC പരീക്ഷ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ SSC പരീക്ഷയും അതുപോലെ തന്നെ UPSC നടത്തുന്ന പരീക്ഷയൊക്കെ എഴുതുന്നവരായിരിക്കും. അപ്പോൾ അതിനെല്ലാം കൂടി ഗുണപ്പെടുന്ന വിധത്തിലാണ് ഈ ക്ലാസ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻട്രോയിൽ പറഞ്ഞത് ഈ ക്ലാസ് സീരീസ്, ആ സീരീസിലെ 3 ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗത്തു നിന്നുള്ള എത്ര പ്രയാസമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നതിനുള്ള ഒരു ശേഷി നിങ്ങൾക്ക് കിട്ടും. ശരി, നമുക്ക് കണ്ടന്റിലോട്ട് വരാം. എക്കണോമിക്സ് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരാൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയുള്ള കാര്യമാണ്, എക്കണോമിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള ഒരു വ്യക്തി. ആരാണ്? ആഡം സ്മിത്ത് ആണ്, അല്ലേ? എക്കണോമിക്സിൻ്റെ പിതാവ് ആഡം സ്മിത്ത്. എത്രയോ പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ്. വെൽത്ത് ഓഫ് നാഷൻസ് എന്ന് പറയുന്ന കൃതി, സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കൃതിയാണ് വെൽത്ത് ഓഫ് നാഷൻസ്. ആ വെൽത്ത് ഓഫ് നാഷൻസ് എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരെന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? ആഡം സ്മിത്ത് എന്ന് തന്നെയാണ്, അല്ലേ? ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൂടി, വേറൊരു കൺസെപ്റ്റ് കൂടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ലേസേ ഫെയർ. എന്താണ് ലേസേ ഫെയർ? ആ കൺസെപ്റ്റ് എന്താണ്? ലേസേ ഫെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിയുടെ സമൂഹത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായിട്ട് ഗവൺമെൻറ് ഇടപെടുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുന്നതാണ് ലേസേ ഫെയർ എന്ന് പറയുന്ന തത്വചിന്ത, അല്ലേ? സാമ്പത്തിക കാര്യങ്ങളിൽ, വ്യക്തിയുടെ സമൂഹത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായി
അമിതമായി ഗവൺമെന്റ് ഇടപെടരുത് എന്നുള്ള വാദമാണ്, അല്ലെങ്കിൽ ആ തത്വചിന്തയാണ് ഏതിനകത്ത് വരുന്നത്? ലേസേ ഫെയർ. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ആഡം സ്മിത്തിന്റെ പേര് മനസ്സിലാക്കുക. എക്കണോമിക്സിന്റെ പിതാവാണ്. ലേസേ ഫെയർ എന്ന് പറയുന്ന സാമ്പത്തിക തത്വചിന്തയുടെ ഉപജ്ഞാതാവാണ്, അല്ലെങ്കിൽ അത് മുന്നോട്ട് വെച്ച ആദ്യത്തെ വ്യക്തിയാണ് ആഡം സ്മിത്ത്. വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവാണ് സ്കോട്ടിഷുകാരനായിട്ടുള്ള ആഡം സ്മിത്ത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇതൊക്കെ പിള്ളേരുടെ പുസ്തകത്തിനകത്ത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്, കോളങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇവരുടെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇവരുടെ സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് വേറൊരാളെ കുറിച്ച് കൂടി പുസ്തകം പറയുന്നു. അതാരെക്കുറിച്ചും ചോദിച്ചാൽ ആൽഫ്രഡ് മാർഷലിനെ കുറിച്ചാണ്. ആൽഫ്രഡ് മാർഷൽ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നിർവചനമുണ്ട്, ക്ഷേമ നിർവചനം. ക്ഷേമ നിർവചനം അതായത് വെൽഫെയർ ഡെഫിനിഷൻ, ക്ഷേമ നിർവചനം. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിലെ ക്ഷേമ നിർവചനം മുമ്പോട്ട് വെച്ചത്, അല്ലെങ്കിൽ ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരെ എന്ന് ചോദിച്ചാൽ അത് ആൽഫ്രഡ് മാർഷലാണ്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിലെ ക്ഷേമ നിർവചനം മുന്നോട്ട് വെച്ചത് ആരെന്ന് ചോദിച്ചാൽ ആൽഫ്രഡ് മാർഷലാണ്, അല്ലെ? ക്ഷേമ നിർവചനം അതായത് വെൽഫെയർ ഡെഫിനിഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? സമ്പത്ത് ആത്യന്തികമായി മനുഷ്യ ക്ഷേമത്തിനുള്ളതാണ്. സമ്പത്ത് ആത്യന്തികമായി മനുഷ്യ ക്ഷേമത്തിനുള്ളതാണ് എന്നുള്ള ഒരു പോയിന്റ്, ആ പോയിന്റിൽ കേന്ദ്രീകരിക്കുന്ന ഒരു നിർവചനമാണ് ക്ഷേമ നിർവചനം. അപ്പോൾ എക്കണോമിക്സിലെ ക്ഷേമ നിർവചനത്തിന്റെ ഉപജ്ഞാതാവ്, അല്ലെങ്കിൽ ക്ഷേമ നിർവചനം മുമ്പോട്ട് വെച്ച എക്കണോമിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ ആൽഫ്രഡ് മാർഷലിന്റെ പേര് പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കും, സമ്പത്ത് ആത്യന്തികമായിട്ട് മനുഷ്യക്ഷേമത്തിനുള്ളതാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരെന്ന് ചോദിച്ചാലും ആൽഫ്രഡ് മാർഷൽ എന്നുള്ള പേര് പറയാം. അപ്പൊ അത് ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പേര് പിള്ളേരുടെ പുസ്തകത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിരിക്കുന്നു, പല പരീക്ഷകൾക്കും ചോദിച്ചതാണ്, ആൽഫ്രഡ് മാർഷലിന്റെ പേരും ഒക്കെ ചോദിച്ചതാണ്, ലയണൽ റോബിൻസ്. അടുത്തയാള് ലയണൽ റോബിൻസ്. ലയണൽ റോബിൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക ശാസ്ത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നിർവചനം, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ അഥവാ ദൗർലഭ്യ നിർവചനം. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിലെ ദൗർലഭ്യ നിർവചനം മുമ്പോട്ട് വെച്ചതാരെന്ന് ചോദിച്ചാൽ ലയണൽ റോബിൻസ് ആണ്. എന്താണ് ദൗർലഭ്യ നിർവചനം? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ മനുഷ്യൻ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അല്ലെ? മനുഷ്യന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് അവന് ചുറ്റുമുള്ള വിഭവങ്ങളാണ്. മനുഷ്യന്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് അവന് ചുറ്റുമുള്ള വിഭവങ്ങളാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ലോകത്ത് എല്ലായിടത്തും മനുഷ്യന്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തത്തക്ക വിധത്തിൽ വിഭവങ്ങൾ ഇല്ല. വിഭവങ്ങൾക്ക് ദൗർലഭ്യമുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും എല്ലാ സമ്പദ്ഘടനയും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് വിഭവങ്ങളുടെ ദൗർലഭ്യം. ആവശ്യത്തിന് ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള വിഭവങ്ങൾ വേണ്ടുവോളം ഒരു രാജ്യത്തുമില്ല, എല്ലായിടത്തും ദൗർലഭ്യമുണ്ട്. അപ്പോൾ അതാണ് ദൗർലഭ്യ നിർവചനം. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട നിർവചനമാണ് ദൗർലഭ്യ നിർവചനം. അത് മുമ്പോട്ട് വെച്ചത് ആരും ചോദിച്ചാൽ ലയണൽ റോബിൻസ് ആണ്. അപ്പോൾ ഈ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട്, ഈ വിഭവങ്ങളുടെ സമാഹരണവുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ പ്രവർത്തനം, മനുഷ്യന്റെ പെരുമാറ്റം, ആ മനുഷ്യ പെരുമാറ്റത്തെ കുറിച്ച് കൂടി പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ച് കൂടി പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടതാരെന്ന് ചോദിച്ചാലും ലയണൽ റോബിൻസ് എന്നുള്ളതാണ് ഉത്തരം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലോട്ട്. ലയണൽ റോബിൻസ് പറഞ്ഞത് എന്താണ്? ലയണൽ റോബിൻസ് പറഞ്ഞത് സത്യസന്ധമായുള്ള കാര്യമാണ്, വളരെ ശരിയായ കാര്യമാണ്. മനുഷ്യന്റെ ആവശ്യത്തിന് പറ്റുന്ന വിധത്തിൽ വിഭവങ്ങളില്ല എന്ന് പറയുന്ന ലയണൽ റോബിൻസ് പറഞ്ഞത് ശരിയായ കാര്യമാണ്. അതേസമയം മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു കാര്യമുണ്ട്, മനുഷ്യന്റെ ആവശ്യത്തിന് ഉപകരിക്കത്തക്ക വിധത്തിൽ വിഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, പക്ഷെ അവൻ്റെ അത്യാർത്തിക്ക് അത് തികയുകയില്ല. മനുഷ്യന്റെ ആവശ്യത്തിന്, അല്ലെങ്കിൽ മനുഷ്യന്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നിറവേറ്റുന്നതിനുള്ള വിഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, പക്ഷെ അവൻ്റെ അത്യാർത്തിക്ക് അത് തികയുകയില്ല എന്നൊരു ഉദ്ധരണിയുണ്ട്. ആ ഉദ്ധരണി ആരുടേതെന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിയുടേതാണ്. അത് പിള്ളേരുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടില്ല, വേറൊരിടത്ത് വായിച്ചതുകൊണ്ട് ഞാനിപ്പോൾ ഓർത്തതുകൊണ്ട് പറഞ്ഞതാണ്, മഹാത്മാഗാന്ധി. എന്തായാലും ദൗർലഭ്യ നിർവചനം ആരാണ്? ലയണൽ റോബിൻസ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട്
മറ്റൊരു നിർവചനം ഗ്രോത്ത് ഡെഫിനിഷൻ അഥവാ വളർച്ചാ നിർവചനം. ഗ്രോത്ത് ഡെഫിനിഷൻ അഥവാ വളർച്ചാ നിർവചനം. ഇവിടെ വളർച്ച എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സാമ്പത്തിക വളർച്ചയാണ്. സാമ്പത്തികമായിട്ടുള്ള വളർച്ചയാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വളർച്ച. ആ വളർച്ചാ നിർവചനത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിഭവങ്ങൾ കുറവാണ് അല്ലെ, ലോകത്ത് വിഭവങ്ങൾ കുറവാണ്. അപ്പോൾ ഒരു സമ്പദ്ഘടന വളരണമെങ്കിൽ ആ വിഭവങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം. അതിന് ശരിയായ ആസൂത്രണം വേണം. ശരിയായ ആസൂത്രണത്തിലൂടെ വിഭവങ്ങൾ വളരെ ബുദ്ധിപൂർവം ഉപയോഗിച്ചാൽ മാത്രമേ ഒരു രാജ്യത്തിന് സാമ്പത്തിക ഭദ്രത നേടാനായിട്ട് കഴിയൂ. അല്ലെങ്കിൽ ഒരു രാജ്യം സാമ്പത്തിക ഭദ്രതയിലോട്ട് നീങ്ങണമെങ്കിൽ അവിടെയുള്ള വിഭവങ്ങൾ ശരിയായ രീതിയിൽ ആസൂത്രണത്തോടുകൂടി ഉപയോഗിക്കണം. ശരിയായ ആസൂത്രണം ഉണ്ടായാൽ മാത്രമേ ശരിയായിട്ടുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാവൂ എന്ന് പറഞ്ഞതാണ് ഏത്? വളർച്ചാ നിർവചനം. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിലെ വളർച്ചാ നിർവചനം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എക്കണോമിസ്റ്റ് ആരും ചോദിച്ചാൽ പോൾ എ സാമുവൽ ആണ്. ആരാണ്? പോൾ എ സാമുവൽ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും മനസ്സിലാക്കി വെക്കണം. പിള്ളേരുടെ പുസ്തകത്തിൽ വള്ളിയും പുള്ളിയും ഒക്കെ ഉപയോഗിച്ച് കൊടുത്തിരിക്കുന്നതാണ്. അത് അതുപോലെ ചോദ്യകർത്താവ് ചോദിച്ചെന്നിരിക്കും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് പണം എന്ന് പറയുന്ന കൈമാറ്റത്തിനുള്ള മാധ്യമം. പണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസിദ്ധമായിട്ടുള്ള നിർവചനമുണ്ട്. എന്താണ് പണം എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്: പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം. പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം. അല്ലെ, പണം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, പണം ഏതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും, ഏതെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, എന്തെല്ലാം ധർമ്മം അത് നിർവഹിക്കുന്നു, അതാണ് പണം. അപ്പോൾ പണത്തെക്കുറിച്ചുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള നിർവചനമാണ്. എന്താണ് പണം എന്ന് ചോദിച്ചാൽ പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം. ആ നിർവചനം ആരുടേതെന്ന് ചോദിച്ചാൽ പ്രൊഫസർ വാക്കർ എന്ന് പറയുന്ന എക്കണോമിസ്റ്റിൻ്റെതാണ്. പ്രൊഫസർ വാക്കറാണ് പണത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഈ നിർവചനം മുന്നോട്ട് വച്ചത്. അല്ലെ, പണത്തെക്കുറിച്ച് നമുക്കറിയാം. പണം ഒരു വിനിമയ മാധ്യമമാണ്. അല്ലെ, ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പഴയ ബാർട്ടർ സമ്പ്രദായം. അതിനകത്ത് ഒരുപാട് ന്യൂനതകളുണ്ട്. മൂല്യം കൃത്യമായിട്ട് വിലയിരുത്താൻ അല്ലെങ്കിൽ മൂല്യം കൃത്യമായിട്ട് കണക്കാക്കാൻ ആ സമ്പ്രദായത്തിൽ പറ്റുമായിരുന്നില്ല. പക്ഷേ പണത്തിന് കൃത്യമായുള്ള ഒരു മൂല്യമുണ്ട്. അപ്പോൾ പണം എന്ന് പറയുന്നത് മൂല്യത്തിൻ്റെ ഒരു അളവുകോലാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. മൂല്യത്തിൻ്റെ ഒരു അളവുകോലാണ്, മൂല്യത്തിൻ്റെ ഒരു സംഭരണിയാണെന്ന് പറയാൻ പറ്റും. കൈമാറ്റത്തിന് അത് വളരെയധികം പെട്ടെന്ന് നമ്മളെ സഹായിക്കുമെന്ന് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ്, കൈമാറ്റത്തിന് എളുപ്പമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ സമ്പത്ത് മറ്റൊരാൾക്ക് നൽകുന്നതിന് എളുപ്പമാണ്. അതായത് ഇപ്പോൾ ഞാൻ അച്ഛൻ, എൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്, അത് രൂപയായിട്ടുണ്ട്, എൻ്റെ മക്കൾക്ക് അത് കൊടുക്കാനായിട്ട് പറ്റും, അത് അതുപോലെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ മാറ്റത്തിനും പറ്റുന്ന ഒന്നാണ്, വളരെ പെട്ടെന്ന് തന്നെ മാറ്റത്തിനും പറ്റുന്ന ഒന്നാണ് പണം. അങ്ങനെ പണത്തിന് പല ധർമ്മങ്ങളും ഉണ്ട്. എന്തായാലും പണത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനാണ് ഏത്? പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം. ആ പറഞ്ഞ ഡെഫിനിഷൻ മുമ്പോട്ട് വെച്ചത് ആര് എന്ന് ചോദിച്ചാൽ പ്രൊഫസർ വാക്കറാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, നമുക്കുള്ള ആസ്തികളിൽ ഏറ്റവും ലിക്വിഡിറ്റി ഉള്ള ആസ്തി ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പണം എന്നാണ്. നമുക്കുള്ള ആസ്തികളിൽ ഏറ്റവും ലിക്വിഡിറ്റി, അതായത് ദ്രവത്വം എന്ന് മലയാളത്തിൽ പറയാം, ഏറ്റവും ലിക്വിഡിറ്റി ഉള്ള ആസ്തി ഏതെന്ന് ചോദിച്ചാൽ അത് പണമാണ്. ഇപ്പോൾ എനിക്കൊരു സ്കൂട്ടറുണ്ട്, അതെൻ്റെ ആസ്തിയാണ്. എനിക്കൊരു കാറുണ്ട്, എൻ്റെ ആസ്തിയാണ്. എനിക്ക് ഭൂമിയുണ്ട്, എൻ്റെ ആസ്തിയാണ്. എനിക്ക് കൃഷിഭൂമിയുണ്ട്, എൻ്റെ കയ്യിൽ സ്വർണമുണ്ട്, ഇതെല്ലാം എൻ്റെ ആസ്തിയാണ്. പക്ഷേ ഇത് ഏറ്റവും ദ്രവത്വമുള്ളത് പണമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പണവും ആസ്തിയാണ്, ഏറ്റവും ദ്രവത്വമുള്ളത് പണമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കൈമാറ്റത്തിന് ഏറ്റവും എളുപ്പം പറ്റുന്നത്, ഏത് ഇടപാടുകൾക്കും ഏറ്റവും എളുപ്പം പറ്റുന്നത് ഏത് തന്നെയാണ്? പണം തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള ആസ്തി, ദ്രവത്വമുള്ള ആസ്തി ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഭൂമിയോ യന്ത്രങ്ങളോ കാറോ സ്വർണമോ ഒന്നുമല്ല. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? അത് പണം ആണ് എന്നുള്ള കാര്യം കൂടി അവിടെ ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, അടിസ്ഥാനപരമായുള്ള കാര്യങ്ങളാണ്. സാമ്പത്തിക കാര്യങ്ങൾ പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായുള്ള കാര്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടേം നമുക്ക് മനസ്സിലാക്കാം, ലീഗൽ ടെൻഡർ. എന്താണ് ലീഗൽ ടെൻഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലീഗൽ ടെൻഡർ അല്ലെ,
ഇപ്പം നിങ്ങളുടെ കയ്യിൽ 50 രൂപയുണ്ട്. 50 രൂപയുമായിട്ട് നിങ്ങളൊരു മാർക്കറ്റിൽ പോകുന്നു, ഒരു കടയിൽ പോകുന്നു, സാധനം വാങ്ങിക്കുന്നു. ആ 50 രൂപ ഒരു പേപ്പർ കഷ്ണമാണ്. ആ പേപ്പർ കഷ്ണം നിങ്ങൾ 50 രൂപ കൊടുക്കുമ്പോൾ ആ 50 രൂപയ്ക്ക് അതിനൊരു മൂല്യമുണ്ട്. ആ മൂല്യത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അത് 500 ആണെങ്കിൽ ആ മൂല്യത്തിനനുസരിച്ച്, അത് 2000 ആണെങ്കിൽ ആ മൂല്യത്തിനനുസരിച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നോക്കുക, അതൊരു പേപ്പർ കഷ്ണമാണ്. അതൊരു പേപ്പർ കഷ്ണമാണ്. അതിനല്ലാതെ ഒരു ഇൻട്രിൻസിക് വാല്യൂ ഒന്നുമില്ല. അതായത് അതിന് നൈസർഗികമായിട്ടൊരു മൂല്യമൊന്നുമില്ല. ഇപ്പോൾ സ്വർണത്തിന് അങ്ങനെയുണ്ട്. സ്വർണത്തിന് നൈസർഗികമായിട്ടുള്ള ഒരു മൂല്യമുണ്ട്, വെള്ളിക്ക് നൈസർഗികമായിട്ടുള്ള മൂല്യമുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ 2000 രൂപയുടെ നോട്ട് കൊടുത്തപ്പോൾ, 50 രൂപയുടെ നോട്ട് കൊടുത്തപ്പോൾ, ഒരു പേപ്പർ കഷ്ണം കൊടുത്തപ്പോൾ അതിലൊരു മൂല്യമുണ്ട്. ആ മൂല്യം എങ്ങനെയാണ് കിട്ടിയത്? ഗവൺമെന്റ് നിശ്ചയിച്ച മൂല്യമാണ്. ഗവൺമെന്റ് ഉറപ്പ് നൽകുന്ന മൂല്യമാണ്. ഗവൺമെന്റ് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഉറപ്പ് നൽകുന്ന മൂല്യമാണ്, അല്ലേ? അവിടെ റിസർവ് ബാങ്ക്, നിങ്ങൾ നോട്ട് നോക്കുമ്പോൾ ആ നോട്ടിനകത്ത് റിസർവ് ബാങ്ക് ഗവർണർ എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ മൂല്യം ഇതിനുണ്ട്, ഇത് ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ ഗവൺമെന്റ് വിനിമയത്തിനായിട്ട് എന്താണ് ചുമതലപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്ന കറൻസികൾ, അതുപോലെ തന്നെ കോയിനുകൾ, അതിനെയാണ് നമ്മൾ ലീഗൽ ടെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പേപ്പർ കഷ്ണത്തിന് ശരിക്കും വിലയില്ല. പക്ഷെ ആ വില നൽകുന്ന എന്താണ്? ഗവൺമെന്റ് നൽകുന്ന ഉറപ്പാണ്. അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനം നൽകുന്ന, നമ്മുടെ ധനകാര്യ സ്ഥാപനം, കേന്ദ്ര ധനകാര്യ സ്ഥാപനം ഏതാണ്? റിസർവ് ബാങ്ക് നൽകുന്ന ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിലെ കൈമാറ്റങ്ങൾക്ക് ഈ കറൻസി അല്ലെങ്കിൽ ഈ കോയിൻ നിശ്ചിത മൂല്യം കൽപ്പിച്ചിട്ടുണ്ട്. ആ മൂല്യം അത് നിലനിർത്തപ്പെടും. ആ മൂല്യമൊക്കെ മാറും. ഏതെങ്കിലും തരത്തിൽ ഡിമോണിറ്റൈസേഷൻ ഉണ്ടാകുമ്പോൾ, നോട്ട് പിൻവലിച്ചാൽ ഈ പറഞ്ഞ അതിൽ മാറ്റം ഉണ്ടാവും. അല്ലാതെ സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം ആ പറഞ്ഞ കറൻസിക്കും കോയിനും ഗവൺമെന്റിനാൽ ഈ പറഞ്ഞ മൂല്യം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ലീഗൽ ടെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കറൻസി നോട്ടുകൾ, നമ്മുടെ രാജ്യത്തുള്ള നാണയങ്ങൾ ഒക്കെ എന്താണ്? ലീഗൽ ടെൻഡർ ആണ്. ഗവൺമെന്റ് ഉറപ്പ് നൽകിയിരിക്കുന്ന ഒരു മൂല്യം അതിനകത്തുണ്ട്. ആ മൂല്യം അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇടപാടുകൾ നടത്താം. ആ കൽപ്പിച്ചിട്ടുള്ള മൂല്യം ഏത് ഇടപാടുകളിലും നിങ്ങൾക്ക് ലഭിക്കും. അതിനെയാണ് നമ്മൾ ലീഗൽ ടെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റിനാൽ ഉറപ്പിക്കപ്പെട്ടിട്ടുള്ള മൂല്യം, ഉറപ്പിക്കപ്പെട്ടിട്ടുള്ള ഒന്ന്, അതാണ് ലീഗൽ ടെൻഡർ. അപ്പൊ അതിന് ഉദാഹരണമാണ് ഏത്? കറൻസി നോട്ടുകൾ, നമ്മുടെ രാജ്യത്തെ കറൻസി നോട്ടുകൾ, നമ്മുടെ രാജ്യത്തെ നാണയങ്ങൾ. അതേസമയം ചെക്ക്, ബാങ്ക് തരുന്ന ബാങ്ക് ചെക്ക്, ബാങ്ക് ഡ്രാഫ്റ്റ്, ഇത് ലീഗൽ ടെൻഡർ അല്ല. ഇടപാടുകൾക്ക് ചെക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ചെക്ക് എല്ലായിടത്തും സ്വീകരിക്കണമെന്നില്ല. ഡ്രാഫ്റ്റ് എല്ലായിടത്തും സ്വീകരിക്കണമെന്നില്ല. അതിന് ഗവൺമെന്റിന്റെ ഉറപ്പുമില്ല, അല്ലെ? അപ്പോ ഇവിടെ ലീഗൽ ടെൻഡർ ഏതെന്ന് ചോദിച്ചാൽ പണമാണ്. പണം എന്ന് പറയുമ്പോൾ കറൻസിയാണ്, അത് കോയിനാണ്. അതേസമയം ചെക്കോ ഡ്രാഫ്റ്റോ ഒന്നും ഏതല്ല? ലീഗൽ ടെൻഡർ അല്ല. അത് നോൺ ലീഗൽ ടെൻഡർ ആണ്. അത് നോൺ ലീഗൽ ടെൻഡർ ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ടൈം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഫിയറ്റ് മണി. എന്താണ് ഫിയറ്റ് മണി? എന്താണ് ഫിയറ്റ് മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ലീഗൽ ടെൻഡർ ഉള്ളത്? അതാണ് ഫിയറ്റ് മണി. എന്തിനാണ് ഗവൺമെന്റിനാൽ മൂല്യം ഉറപ്പാക്കിയിട്ടുള്ളത്? അതാണ് ഫിയറ്റ് മണി. അപ്പോൾ ഫിയറ്റ് മണി എന്ന് പറയുന്നത് ലീഗൽ ടെൻഡർ ഉള്ള മണി. അത് തന്നെയാണ് ഏത്? ഫിയറ്റ് മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ കറൻസി നോട്ടുകൾ, അതുപോലെ തന്നെ നാണയങ്ങൾ എന്താണ്? ഫിയറ്റ് മണിയാണ്. ലീഗൽ ടെൻഡർ ഉണ്ട്, അത് ട്രാൻസാക്ഷൻ ഉപയോഗിക്കാൻ പറ്റും, അത് ട്രാൻസാക്ഷനിൽ നിരസിക്കത്തില്ല എന്നുറപ്പുണ്ടെങ്കിൽ അതെന്തുമാണ്? അത് ഫിയറ്റ് മണിയുമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താണ്? പ്ലാസ്റ്റിക് മണി, അല്ലെ? ആധുനിക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണം ഇപ്പോൾ ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുന്ന, ഡിജിറ്റൽ കോയിനൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ഇപ്പൊ ആരും പണമായിട്ട് കൊണ്ട് നടക്കാറില്ല. അതിന് പകരം നമ്മൾ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നു, ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നു, അല്ലെ? നമ്മൾ ATM കാർഡ് എന്ന് പറയുന്ന ഡെബിറ്റ് കാർഡുകൾ, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബാങ്കിൽ നിന്ന് ഇഷ്യൂ ചെയ്യപ്പെടുന്ന ഡെബിറ്റ് കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളുമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പ്ലാസ്റ്റിക്
പ്ലാസ്റ്റിക് മണി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അത് ഡെബിറ്റ് കാർഡും ഉണ്ട്, ക്രെഡിറ്റ് കാർഡും ഉണ്ട്. രണ്ടിനെയും നമ്മൾ പറയും പ്ലാസ്റ്റിക് മണി എന്ന് പറയും. അപ്പോൾ അവിടെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, പ്ലാസ്റ്റിക് മണി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്. അപ്പോൾ ലീഗൽ ടെൻഡർ എന്ത്, ഫിയറ്റ് മണി എന്ത്, പ്ലാസ്റ്റിക് മണി എന്ത്, ഇത് ആദ്യം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ബാങ്കിങ് സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ ബാങ്കുകളുടെ ഒരു ചരിത്രത്തിലോട്ട് വരാം. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക രീതിയിലുള്ള ബാങ്ക് ഏതാണ്? ഈ അടുത്ത കാലത്ത് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇന്ത്യയിലെ ഏറ്റവും ആധുനിക രീതിയിലുള്ള ബാങ്ക് ആദ്യം സ്ഥാപിക്കപ്പെടുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്താണ്. നമുക്കറിയാം 1757 പ്ലാസി യുദ്ധം, 1764 ബക്സർ യുദ്ധം. ഈ രണ്ട് യുദ്ധത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചു. ബ്രിട്ടീഷുകാർ എന്ന് പറയുമ്പോൾ അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്, അല്ലെ? ആ സമയത്ത് ആധുനിക രീതിയിലുള്ള ബാങ്കിങ് സമ്പ്രദായത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചു. അങ്ങനെയുള്ള ആദ്യത്തെ ബാങ്ക് 1770 സ്ഥാപിക്കപ്പെട്ട ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. അപ്പോൾ ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ബാങ്കിങ് സംവിധാനം ആദ്യം വരുന്നത് 1770 ആ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് എന്നുള്ളത് ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യക്കാരാൽ മാനേജ് ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? അപ്പോൾ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്നാണ് പേരെങ്കിലും അത് മാനേജ് ചെയ്തത് ബ്രിട്ടീഷുകാരായിരിക്കും. അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. ഇന്ത്യക്കാരാൽ മാനേജ് ചെയ്യപ്പെട്ട ആദ്യത്തെ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ അത് ഔദ് കൊമേഴ്സ്യൽ ബാങ്കാണ്. ഏതാണ്? ഔദ് കൊമേഴ്സ്യൽ ബാങ്ക്. അപ്പോൾ ആധുനിക രീതിയിൽ ഇന്ത്യയിൽ ബാങ്കിങ് സംവിധാനം ആരംഭിക്കുന്നത് 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. അതേസമയം ഇന്ത്യക്കാരാൽ മാനേജ് ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് പിന്നീട് 1881 വന്ന ബാങ്കാണ്. വർഷം കാണാതെ പഠിക്കണ്ട. അത് ഔദ് കൊമേഴ്സ്യൽ ബാങ്കാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയ ആദ്യത്തെ ബാങ്ക്, ഇന്ത്യൻ മൂലധനത്താൽ പ്രവർത്തിച്ചു തുടങ്ങിയ ആദ്യത്തെ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ അത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്താണ് അതിന്റെ പ്രത്യേകത? ഇന്ത്യൻ മൂലധനത്താൽ പ്രവർത്തിച്ചു തുടങ്ങിയ ആദ്യത്തെ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. നമുക്കറിയാവുന്ന കാര്യമാണ്, വേറെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ലാലാ ലജ്പത് റായ് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ. അപ്പൊ 3 ബാങ്കുകളുടെ പ്രാധാന്യം എന്താണ്? ഹിന്ദുസ്ഥാൻ ബാങ്ക്, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ആധുനിക രീതിയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കാണ്. ഔദ് കൊമേഴ്സ്യൽ ബാങ്കിന്റെ പ്രത്യേകത ഇന്ത്യക്കാരാൽ മാനേജ് ചെയ്യപ്പെട്ട ആദ്യത്തെ ബാങ്കാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ മൂലധനത്താൽ പ്രവർത്തിച്ചു തുടങ്ങിയ ആദ്യത്തെ ബാങ്കാണ്. ആ ബാങ്ക് സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM പ്രവർത്തനം ആരംഭിച്ചത്, ATM കൊണ്ടുവന്നത് ഏത് ബാങ്ക് ആണെന്ന് ചോദിച്ചാൽ HSBC എന്ന് പറയുന്ന ഒരു ഫോറിൻ ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ATM മെഷീൻ സ്ഥാപിക്കപ്പെടുന്നത് ബോംബെയിലാണ്. 1980കളിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM മെഷീൻ സ്ഥാപിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ബോംബെയിലാണ്. അത് സ്ഥാപിച്ചത് ഏത് ബാങ്ക് എന്ന് ചോദിച്ചാൽ HSBC ആണെന്നുള്ളത് ഓർത്തു വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ATM എന്ന് പറയുന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ് എന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ എന്നുള്ളതാണ് ATMന്റെ പൂർണ്ണ രൂപം. അല്ലാതെ എനി ടൈം മണി എന്നല്ല, ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ എന്നുള്ളതാണ് ATMന്റെ പൂർണ്ണ രൂപം എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ATM ആദ്യം ആരംഭിച്ച ബാങ്ക് ഏതാണ്? HSBC ആണ്. ഇനി അതുപോലെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ ബാങ്കിങ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ് ഏർപ്പെടുത്തിയത് ഏത് ബാങ്കാണെന്ന് ചോദിച്ചാൽ ICICI ആണ്. ഏതാണ്? ICICI അല്ലെ? അപ്പോൾ ആദ്യമായിട്ട് ATM കൊണ്ടുവന്നത് HSBC ആണ്. അതേസമയം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ് സംവിധാനം ഉണ്ടാക്കിയത് ഏത് ബാങ്കാണെന്ന് ചോദിച്ചാൽ അത് ഏത് ബാങ്കാണ്? ICICI ആണ് എന്നുള്ളത്
ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് പരിചയപ്പെടുത്തിയ ബാങ്ക് ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് പരിചയപ്പെടുത്തിയ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൊമേഴ്സ്യൽ ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് പരിചയപ്പെടുത്തിയ ബാങ്ക് ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൊമേഴ്സ്യൽ ബാങ്കാണ്. ഞാൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൊമേഴ്സ്യൽ ബാങ്ക് ആണെന്ന് പറഞ്ഞതിന്റെ കാര്യം, സെൻട്രൽ ബാങ്ക് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ്. സെൻട്രൽ ബാങ്ക് ആണ്, റിസർവ് ബാങ്ക് എന്ന് പറയും. അപ്പോൾ റിസർവ് ബാങ്കിനെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, ഇതൊരു കൊമേഴ്സ്യൽ ബാങ്ക് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് സംവിധാനം ഏർപ്പെടുത്തിയ ബാങ്ക് എന്ന് ചോദിച്ചാൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ISO സർട്ടിഫിക്കേഷൻ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ഒന്നാണല്ലോ ISO, അല്ലെ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ കിട്ടിയ ബാങ്ക് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അത് കാനറ ബാങ്ക് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ കിട്ടിയ ബാങ്ക് എന്ന് ചോദിച്ചാൽ അത് കാനറ ബാങ്ക് ആണ്, മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ പൊതുമേഖലയിലുണ്ട്. സർക്കാരിന്റെ ഉടമസ്ഥതയിലും ബാങ്കുണ്ട്, സ്വകാര്യ മേഖലയിലും ബാങ്കുണ്ട്. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ബാങ്കുകൾ നമ്മൾ പൊതുമേഖലാ ബാങ്കുകൾ എന്ന് പറയും. പൊതുമേഖലാ ബാങ്കുകൾ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പൊതുമേഖലാ ബാങ്കാണ്. അതേസമയം സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിലെ ഒരു ബാങ്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതെന്ന് നിങ്ങൾക്ക് അറിയാം, അത് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. SBI ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ബാങ്ക് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? HDFC ആണ്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ബാങ്ക് അത് HDFC ആണ്. പൊതുമേഖലയിലെ ഏറ്റവും വലിയ ബാങ്ക് എന്ന് ചോദിച്ചാൽ SBI ആണെന്ന് പറയണം. അപ്പൊ അത്രയും കാര്യങ്ങൾ പ്രാഥമികമായിട്ട് നമ്മളിത് ഈ ഭാഗം പഠിക്കാൻ തുടങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ആദ്യം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിലോട്ട് വരാം, ബാങ്ക് ദേശസാൽക്കരണം, അല്ലെ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാങ്ക് ദേശസാൽക്കരണം കൂട്ടത്തോടെ 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. അതെന്നാണെന്ന് നിങ്ങൾക്ക് അറിയാം, 1969 അത് പറയുമ്പോൾ 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ടു, അല്ലെ? 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. 1955 SBI പഴയ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ SBI ദേശസാൽക്കരിക്കപ്പെട്ടു എന്നറിയാം, അല്ലെ? ഇതല്ല പറഞ്ഞത്, ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാങ്കുകൾ കൂട്ടത്തോടെ ദേശസാൽക്കരിക്കപ്പെട്ടു. അതായത് 14 ബാങ്കുകൾ 1969 ദേശസാൽക്കരിക്കപ്പെട്ടു. അതാണ് നമ്മൾ ബാങ്കുകളുടെ ദേശസാൽക്കരണം എന്ന് പറയുന്നത്. അത് 1969 നമ്മൾ വേറൊരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്, അല്ലെ? 4ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 1961 മുതൽ 66 വരെ എന്ന് പറയുന്നത് 3ാം പഞ്ചവത്സര പദ്ധതി കാലമാണ്. അതിനുശേഷം 66 മുതൽ 69 വരെ എന്ന് പറയുന്നത് പ്ലാൻ ഹോളിഡേ ആണ്, അല്ലെ? അത് കഴിഞ്ഞിട്ട് 69 ഏപ്രിൽ മുതൽ അടുത്ത പദ്ധതി തുടങ്ങി, അതായത് 4ാം പദ്ധതി തുടങ്ങി. ആ 4ാം പദ്ധതി കാലത്ത് കൃത്യം പറഞ്ഞാൽ 1969 ജൂലൈ മാസത്തിലാണ് 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു കൊണ്ടുള്ള പ്രഖ്യാപനം വരുന്നത്. അപ്പൊ അത് 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്, 1969 ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് ഇന്ദിരാഗാന്ധിയാണ്. ആ സമയത്ത് ഇന്ത്യയുടെ ധനകാര്യ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നത് ആരെന്നും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആര് തന്നെയാണ്? ഇന്ദിരാഗാന്ധി തന്നെയാണ്. അതിന് തൊട്ടു മുമ്പ് വരെ മൊറാർജി ദേശായി ആയിരുന്നു ധനകാര്യമന്ത്രി ആയിരുന്നത്. ഇന്ദിരാഗാന്ധിയോടുള്ള അഭിപ്രായ വ്യത്യാസം കാരണം അയാൾ മാറിയപ്പോൾ ധനകാര്യ വകുപ്പിന്റെ ചുമതല ഇന്ദിരാഗാന്ധി ഏറ്റെടുത്തു. ആ സമയത്താണ് 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു കൊണ്ടുള്ള പ്രഖ്യാപനം വരുന്നത് 1969. അപ്പൊ ആ സമയത്ത് ധനകാര്യമന്ത്രിയും ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കണം. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ സമയത്തെ റിസർവ് ബാങ്കിന്റെ ഗവർണർ ആരെന്ന് ചോദിച്ചാലോ, 14 ബാങ്കുകൾ 1969 ജൂലൈയിൽ പ്രഖ്യാപനമുണ്ടായി, ദേശസാൽക്കരിക്കും എന്നുള്ള പ്രഖ്യാപനമുണ്ടായി. ആ സമയത്ത് റിസർവ് ബാങ്ക് ഗവർണർ ആരെന്ന് ചോദിച്ചാൽ ആ റിസർവ് ബാങ്ക് ഗവർണർ ലക്ഷ്മികാന്ത് തായ് എന്ന് പറയുന്ന ആളാണ്. ലക്ഷ്മികാന്ത് തായ് ആയിരുന്നു ആ സമയത്ത് റിസർവ് ബാങ്ക് ഗവർണർ എന്നുള്ള കാര്യം കൂടി അവിടെ മനസ്സിലാക്കി വയ്ക്കുക.
ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും നരസിംഹം കമ്മിറ്റി. നരസിംഹം കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങളൊരു പക്ഷേ ചോദ്യ രൂപത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ബാങ്കിങ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. ബാങ്കിങ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. ഈ നരസിംഹം കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേലാണ് നമ്മുടെ രാജ്യത്ത് റീജിയണൽ റൂറൽ ബാങ്കുകൾ ഉണ്ടായത്. റീജിയണൽ റൂറൽ ബാങ്കുകൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്തുണ്ട്? വാണിജ്യ ബാങ്കുകളുണ്ട്. വാണിജ്യ ബാങ്കുകൾ നമ്മൾ സാധാരണഗതിയിൽ ഇടപാടൊക്കെ നടത്തുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലുള്ള വാണിജ്യ ബാങ്കുകൾ അല്ലെ. ആ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം പ്രധാനമായിട്ടും നഗരങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യകാലങ്ങളിൽ. ആ സമയത്ത് പ്രാദേശികമായി ഗ്രാമീണ തലങ്ങളിലൊക്കെ ബാങ്കിങ് സംവിധാനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രാദേശിക തലത്തിൽ റീജിയണൽ റൂറൽ ബാങ്ക് അത് ആരംഭിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്ത കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. അങ്ങനെ നരസിംഹം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അത് ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് ബാങ്കിങ് സംവിധാനം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റീജിയണൽ റൂറൽ ബാങ്കുകൾ ആരംഭിച്ചു. അത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? നരസിംഹം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. 1975 അങ്ങനെ റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്നു. അപ്പോൾ റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്നത് നരസിംഹ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. 1975 റീജിയണൽ റൂറൽ ബാങ്കിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു റീജിയണൽ റൂറൽ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്ക്. പണ്ട് സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക്, നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് എന്നിങ്ങനെ ഗ്രാമീൺ ബാങ്കുകൾ ഉണ്ടായിരുന്നു. ഈ രണ്ട് ബാങ്കുകളെ, അതായത് സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിനെയും നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിനെയും 2013 ഒരുമിപ്പിച്ച് ഒരു ബാങ്കാക്കി, ഒറ്റ ബാങ്കാക്കി മാറ്റി. അതാണ് കേരള ഗ്രാമീൺ ബാങ്ക്. അപ്പൊ കേരള ഗ്രാമീൺ ബാങ്ക്, ഈ രണ്ട് ബാങ്കുകളും തമ്മിൽ കൂട്ടിച്ചേർത്ത് കേരള ഗ്രാമീൺ ബാങ്ക് വരുന്നത് 2013 പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ മലപ്പുറത്താണ്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മലപ്പുറത്താണ്. അപ്പോൾ എന്തിനാണ് ഈ പറഞ്ഞ റീജിയണൽ റൂറൽ ബാങ്കുകൾ വന്നത്? പ്രാദേശിക തലത്തിൽ, അതായത് ഗ്രാമീണ തലത്തിൽ ബാങ്കിങ് സംവിധാനം അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ നരസിംഹം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 1975 വന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കാം. ഇത് പിള്ളേരുടെ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ അത് എല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണമല്ലോ. അപ്പോൾ ആ ഒരു ക്രമത്തിന് ഞാനങ്ങ് ഉൾക്കൊള്ളിക്കുന്നതാണ്. വേറെ നമുക്കറിയാവുന്ന കാര്യമാണ്, പണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഉണ്ടായിരുന്നു അല്ലെ. നമ്മുടെ കേരളത്തിൽ SBT എന്ന് പറയുന്ന ഒരു ബാങ്ക് സമ്പ്രദായം ഉണ്ടായിരുന്നു. നമുക്ക് പലർക്കും അതിനകത്ത് അക്കൗണ്ടും ഉണ്ടായിരുന്നു. പിന്നീട് SBT എന്ത് ചെയ്യുന്നു? SBI ലയിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ SBIയുടെ സബ്സിഡിയറി ആയിട്ടുള്ള ഒരു ബാങ്ക് ആയിരുന്നു SBT. അതുപോലെ തന്നെ വേറൊന്നുണ്ടായിരുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ. അപ്പോൾ ഈ SBTയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂറും, അതായത് SBIയുടെ സബ്സിഡിയറി ബാങ്കുകളായിരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ പോലുള്ള ബാങ്കുകൾ SBI ലയിച്ചത് ഏത് കൊല്ലമാണെന്ന് ചോദിക്കും. പിള്ളേരുടെ പുസ്തകത്തിൽ പഠിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBI ലയിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ അത് 2017 ഏപ്രിൽ 1 2017 ഏപ്രിൽ 1 SBIയിൽ ഏത് ലയിച്ചത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ലയിച്ചത്. വേറൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. ഭാരതീയ മഹിളാ ബാങ്ക് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട്, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച ഒരു ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. പക്ഷെ 2017 ആയപ്പോൾ, 2017 ഏപ്രിൽ 1 ഈ ഭാരതീയ മഹിളാ ബാങ്കും ഏതിനകത്ത് ലയിപ്പിച്ചു? SBI ലയിപ്പിച്ചു. അപ്പോൾ SBI ലയിച്ചത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചത് 2017 ഏപ്രിൽ 1 അതുപോലെ തന്നെ ഭാരതീയ മഹിളാ ബാങ്കും SBI ലയിക്കപ്പെട്ടത് എന്നാണ്? 2017 ഏപ്രിൽ 1 അപ്പൊ അതൊന്ന്
മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് ഈ അടുത്ത കാലത്ത് സംഭവിച്ച ഒരു കാര്യമാണ്, 2022 സംഭവിച്ച കാര്യമാണ്. ചില കൊമേഴ്സ്യൽ ബാങ്കുകൾ മറ്റ് ചില ബാങ്കുകളിൽ 2022 ലയിക്കുകയുണ്ടായി. അത് പറയുമ്പോൾ ആന്ധ്ര ബാങ്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ബാങ്കാണ്. അതുപോലെ കോർപ്പറേഷൻ ബാങ്ക്. ഈ അടുത്ത കാലം വരെ ഇതിന്റെ ബ്രാഞ്ചുകൾ കേരളത്തിലുണ്ടായിരുന്നു, നമ്മൾ കണ്ടിട്ടുണ്ട്. ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, ഈ രണ്ട് ബാങ്കുകളും ഇപ്പോൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബാങ്കിൽ എന്ത് ചെയ്തു? ലയിച്ചു. 2022 ആന്ധ്ര ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിച്ചത്, അല്ലെങ്കിൽ കോർപ്പറേഷൻ ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിച്ചത് എന്നുള്ള രീതിയിലാണ് ചോദ്യം വരുന്നത്. ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക് എന്നിവ ലയിച്ചത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. ഏതിലാണ്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. അതുപോലെ ഓറിയന്റൽ ബാങ്ക്, ഓറിയന്റൽ ബാങ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ യുണൈറ്റഡ് ബാങ്ക്, അതുപോലെ യുണൈറ്റഡ് ബാങ്ക്, ഓറിയന്റൽ ബാങ്ക് ഉണ്ട്, യുണൈറ്റഡ് ബാങ്ക് ഉണ്ട്. ഈ ബാങ്കുകളും എന്ത് ചെയ്തു? വേറൊരു ബാങ്കിൽ ലയിച്ചു. അത് ഏത് ബാങ്കിലും ചോദിച്ചാൽ പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ്. അപ്പോൾ ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ഏത് ലയിച്ചു? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. ഓറിയന്റൽ ബാങ്ക്, യുണൈറ്റഡ് ബാങ്കും എവിടെ ലയിച്ചു? പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. അതുപോലെ തന്നെ അലഹബാദ് ബാങ്ക്, അലഹബാദ് ബാങ്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബാങ്കുകളിൽ ഏറ്റവും പഴക്കം ഉണ്ടായിരുന്ന ഒരു ബാങ്കാണ് അലഹബാദ് ബാങ്ക് എന്ന് പറയും. ആ അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിൽ ലയിച്ചു. അലഹബാദ് ബാങ്ക് ഇപ്പോൾ ഇല്ല. അലഹബാദ് ബാങ്ക് ഏത് ബാങ്കിൽ ലയിച്ചു? ഇന്ത്യൻ ബാങ്കിൽ ലയിച്ചു, അല്ലെ? അതുപോലെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ബാങ്ക് ഉണ്ട്, സിൻഡിക്കേറ്റ് ബാങ്ക്. ആ സിൻഡിക്കേറ്റ് ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിച്ചത്? കാനറ ബാങ്കിലാണ് ലയിച്ചത്. ഈ ലയനമൊക്കെ ഏത് കൊല്ലമായിരുന്നു? 2022 ഈ അടുത്ത കാലത്ത് സംഭവിച്ച കാര്യമാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കണം. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ഏത് ബാങ്കിലാണ് ലയിച്ചതെന്ന് ചോദിച്ചാൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. ഓറിയന്റൽ ബാങ്കും യുണൈറ്റഡ് ബാങ്കും ഏത് ബാങ്കിലാണ് ലയിച്ചതെന്ന് ചോദിച്ചാൽ പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ്. അലഹബാദ് ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിച്ചതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ ബാങ്കിലാണ്. അതേസമയം സിൻഡിക്കേറ്റ് ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിച്ചതെന്ന് ചോദിച്ചാൽ അത് കാനറ ബാങ്കിലാണ്. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന് പഠിച്ചുള്ളൂ. അപ്പോൾ പിള്ളേരുടെ പുസ്തകത്തിലുള്ള കാര്യങ്ങളും വേണം, അല്ലാതെയുള്ള കാര്യങ്ങളും വേണം. ഒരു അടിസ്ഥാനപരമായുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഉൾക്കൊള്ളിക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉൾക്കൊള്ളിച്ചതാണ്. വരുന്ന ക്ലാസ്സുകളിൽ റിസർവ് ബാങ്ക്, റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ, റിസർവ് ബാങ്ക് എങ്ങനെയാണ് സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത്, എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ, SLR എന്താണ്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. വളരെ ലളിതമായ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.